ത്രിയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് വിശുദ്ധ യോഹന്നാൻ മാംദാനയുടെ ജനനത്തിൻ്റെ ഞായർ. വേദവായനാഭാവം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 57 മുതൽ 66 വരെ. എല്ലാ അർത്ഥത്തിലും വ്യത്യസ്തത അടങ്ങിയതാണ് യോഹന്നാൻ്റെ ജനനം. അമ്മ മച്ചിയായിരുന്നു. പിതാവും അമ്മയും വാർദ്ധക്യത്തിലും. തീക്കൽപ്പാറയിൽ നിന്ന് ജലം നൽകുന്ന ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്നത് ഓരോ വിശ്വാസിയും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഉണങ്ങിയ അസ്ഥികളെ ഉയർപ്പിക്കുന്ന കാര്യം ഹെസക്കേൽ പ്രവചനത്തിൽ ഉണ്ട്. അതൊരു വലിയ സൈന്യമായി തീരുന്ന ചിത്രം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ വിഷയങ്ങളിലെല്ലാം മനുഷ്യ പൂർണ്ണ വിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണ്. തീക്കൽപ്പാറയിൽ നിന്ന് യാതൊരു കാരണവശാലും വെള്ളം ഉണ്ടാകുവാൻ പാടുള്ളതല്ല. യഹോവ മോശയോട് പറയുന്നു, ഞാൻ പാറമേൽ നിൽക്കും, നീ പാറയിൽ അടിക്കണം. വെള്ളം പൊട്ടിപ്പുറപ്പെട്ടു വരികയായിരുന്നു. ഹെസ്കേലിൻ്റെ പ്രവചനത്തിലെ അസ്ഥികളുടെ കാര്യവും അതുതന്നെയാണ്. പ്രവാചകൻ പൂർണ്ണ വിശ്വാസത്തോടെ ദൈവാത്മാവിനാൽ അസ്ഥികളോട് പ്രവചിക്കുന്നുണ്ട്, കാറ്റിനോട് പ്രവചിക്കുന്നുണ്ട്. ഒന്നാമത് നാം അറിയേണ്ടത്, വിശ്വസിച്ചാൽ വൃദ്ധതയിലും തളിരിട്ട് തഴിക്കും. 2, ചേലാകർമ്മ ദിവസമാണ് പേരിടേണ്ടത്. യോഹന്നാൻ എന്ന പേര് ചാർച്ചയിൽ എവിടെയുമില്ല. എലിസബത്തിനോട് ആരും ആ പേര് പറഞ്ഞു കൊടുക്കുന്നതും ഇല്ല. ദൈവാത്മാവ് ഉൾക്കൊണ്ടവളായ എലിസബത്ത് ആ പേര് പറയുന്നു. അതുവരെ മൗനിയായിരുന്ന സക്കറിയ പുരോഹിതൻ്റെ വായും തുറക്കപ്പെട്ടു. അവിടെ പരിശുദ്ധാത്മാവിനാൽ ആ മാതാപിതാക്കൾ ഏകയോഗമായി ദൈവത്തിൻ്റെ ദാനം എന്നർത്ഥമുള്ള യോഹന്നാൻ എന്ന് പേര് വിളിക്കുന്നു. സക്കറിയ ആദ്യം ചെയ്തത് ദൈവത്തെ സ്തുതിക്കുകയാണ്. കുടുംബത്തിലും സമൂഹത്തിലും യോജിപ്പ് ഉണ്ടാകണമെങ്കിൽ ദൈവാത്മാവ് വേണം. ചില സമൂഹത്തിലും കുടുംബത്തിലും അരാജകവും അസംതൃപ്തിയും ഉണ്ടാക്കുവാൻ ചില അസുരവിത്തുകൾ വന്നു കയറിക്കൊള്ളും. അത് പൗലോസ്ലീഹായുടെ ദേഹത്തെ മുള്ളുപോലെ കണ്ട് ദൈവത്തെ സ്തുതിക്കണം. കാരണം ഒരുപക്ഷെ നിഗളിക്കാതിരിപ്പാൻ ആകും ദൈവം അത് നൽകിയിരിക്കുന്നത്. ബാഹ്യമായ നേട്ടത്തേക്കാൾ ആന്തരിക വളർച്ചയാണ് ആവശ്യം. പേരിന് അർത്ഥമുണ്ട്. ഇന്ന് പലരും പേരിടുന്നത് ഷോയ്ക്കാണ്. അർത്ഥമില്ലാത്ത മനുഷ്യർ അർത്ഥമില്ലാത്ത പലതും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കും. അത് ചിലപ്പോൾ അനർത്ഥങ്ങളായി തീരുകയും ചെയ്യും, കുടുംബത്തിനും സമൂഹത്തിനും. 3, ഈ ശിശു എന്തായിത്തീരും? മച്ചിയും വാർദ്ധക്യവുമുള്ള എലിസബത്തിനും വൃദ്ധനായ സക്കറിയായ്ക്കും കുഞ്ഞുണ്ടായതും സക്കറിയ മൗനിയായതും എലിസബത്തിൻ്റെ വയറ്റിൽ 6-ാം മാസം പിള്ള തുള്ളിയതും ചാർച്ചക്കാർക്കറിയാം, അയൽക്കാർക്കറിയാം. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സംസാര വിഷയമാണത്. ഈ ശിശു ആരായിത്തീരും എന്നാണ് അവരുടെ ചോദ്യം. ചില വന്നുകയറ്റങ്ങൾ കുടുംബത്തിനും സമൂഹത്തിനും നാശങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും എന്ന് ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് എന്തായിത്തീരും? 4, കവിതയും ആരാധനയും വിളിക്കാതെ വരണം എന്നാണ് ചൊല്ല്. അത് ഹൃദയത്തിൽ നിന്ന് തന്നെ വരണം. അത് കവിഞ്ഞൊഴുകിക്കൊണ്ടേയിരിക്കും. അതൊരു കവിഞ്ഞൊഴുക്കായിരിക്കണം. സക്കറിയ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ദൈവത്തെ വിളിക്കുന്നു. അതൊരു പാട്ടാണ്. 40-ാം സങ്കീർത്തനക്കാരൻ പറയുന്നു, അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. ജീവിതത്തിൻ്റെ കഷ്ടപ്പാടിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും കയറുകയറ്റിയ കർത്താവിനെയാണ് സങ്കീർത്തനക്കാരൻ സ്തുതിക്കുന്നത്. ഇവിടെ കുഞ്ഞുണ്ടായത് വഴി അവരുടെ അയൽക്കാരുടെ അവഹേളനത്തിൽ നിന്നും രക്ഷപ്പെടുകയാണ്. മാത്രമല്ല, ലഭിച്ചത് പത്രമാറ്റുള്ള പൊന്നാണ്. നാട്ടുകാർക്ക് അത് അത്ഭുതമാണ് തോന്നുന്നത്. ശിശുവിനോട് അപ്പനായ സക്കറിയ പറയുന്നത്, നീ അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. ഇന്നത്തെ മാതാപിതാക്കൾക്ക് തോന്നാത്ത കാര്യം. ഇന്ന് പല മാതാപിതാക്കളുടെയും മനസ്സിൽ അത്യുന്നതനെ എങ്ങനെ ചൊൽപ്പിടിക്ക് നിർത്താൻ കഴിയും എന്നാണ് അവരുടെ ലക്ഷ്യം. ദൈവാത്മാവിൽ ശക്തിപ്പെട്ടാൽ ദൈവഹിതത്തിന് വിധേയപ്പെടുക മാത്രമേ ഉള്ളൂ. പ്രാർത്ഥിക്കാം. നാഥ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നിന്നോടുള്ള സ്നേഹത്തിലും അറിവിലും രൂപപ്പെടുത്തിയെടുക്കണമേ. പുത്രപുത്ര പരിശുദ്ധാത്മാവായ ത്രേയ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും നാം എല്ലാവരും മേലും സദാ വർദ്ധിച്ചിരിക്കുമാറാവട്ടെ.